എടി ഗീതേ, ഭയങ്കര ഒരു അലമ്പും കഴിഞ്ഞ് ഞാൻ വരുവാടി ഇങ്ങോട്ട്. ചേച്ചിക്ക് പിന്നെ അതിനല്ലേ ഉള്ളൂ നേരം. എന്താ ഇന്നത്തെ കാര്യം? അലമ്പുണ്ടാക്കാതിരിക്കുന്നത് ഇടയായിട്ട് മഴയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര മഴയല്ലേ, പുറത്തോട്ട് ഇറങ്ങത്തില്ലല്ലോ. അത് കാരണം 2-3 ദിവസമായി ഈ വേസ്റ്റ് വെള്ളം എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുമായിരുന്നു. അത് ഇറങ്ങിക്കൊണ്ടേന്ന് മുറ്റത്തോട്ടായാലും ഒഴിക്കാനൊരു സൗകര്യമില്ല മഴ കൊണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിരുന്നു. എൻ്റെ മുറ്റമൊന്നും ഇന്റർലോക്കും ഇതൊന്നും അല്ല. ഞാനെന്നാ കാണിച്ചൊരു തൊള്ളി തുറന്നപ്പോ വാതുക്കൽ നിന്നിട്ട് ഈ വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചു. ഒഴിച്ചപ്പോ 3 ദിവസത്തെ വെള്ളമില്ലേ, അന്നേരം എന്തായാലും അത് കുറച്ചേറെ ഉണ്ടല്ലോ. അത് ഒലിച്ച് എന്ന് അടുത്ത വീട്ടുകാരുടെ മുറ്റത്ത് ചെന്നു. മുറ്റത്തെന്ന് പറഞ്ഞാൽ എവിടെ? അവരുടെ വീടിന്റെ എന്ന് പറഞ്ഞാൽ അവരുടെ നടവാതിൽ അങ്ങനെ അങ്ങ് ചെന്നു. ഞാൻ എന്നാ ചെയ്യാനാ? അവരിതാ പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൊണ്ട് ഒച്ചയും വെച്ചോണ്ട് എന്റെ നേരെ ഇനി വന്നു. ഞാൻ എന്നാ ചെയ്യണ്ട ആലോചിച്ച് നോക്കിയപ്പോ തെറ്റാ. ഈ മഴ കാരണം ഞാൻ അങ്ങനെ ചെയ്തു. അതിനിപ്പോ ഞാനിനി എന്നാ ചെയ്യേണ്ടത്? ഞാൻ അങ്ങോട്ടും കൊടുത്തില്ല. നല്ല കണക്കിന് ഞാൻ ഒച്ച അങ്ങ് വെച്ചു. ഞാൻ എന്റെ മുറ്റത്താ വെള്ളം ഒഴിച്ചത്. നിങ്ങളുടെ മുറ്റത്തോട്ട് ഒഴിച്ചു വരാതിരിക്കണമെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ നല്ല അലമ്പ് അങ്ങോട്ടുണ്ടാക്കി. എന്നിട്ട് ചേച്ചി അലമ്പ് കൂടിയിട്ടേ അവരേ അലമ്പ് നിർത്തിയില്ല. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഇല്ല, അനക്കൊന്നും കേൾക്കുന്നില്ല. അങ്ങനല്ല, അവര് സ്റ്റേഷനിൽ പോയിരിക്കുക. സത്യം പറ ചേച്ചി, എവിടാ ഈ വെള്ളം? മനഃപൂർവ്വം കൊണ്ടൊഴിച്ചതല്ലേ മുറ്റത്തേക്ക്? സ്റ്റേഷനിൽ പോയിരിക്കുകയാണെങ്കിൽ അവർ വരട്ടെ, അന്നേരം അവരോട് പറയാം. ഞാൻ നിന്നോട് തന്നെ ഞാൻ പറയുന്നു. ഉള്ള കാര്യം പറഞ്ഞോ. ചേച്ചിയുടെ സ്വഭാവമായോണ്ടേ ചേച്ചി കൊണ്ട് ഒഴിച്ചതായിരിക്കും. എന്നാ ഉള്ള സത്യം ഞാൻ നിന്നോട് പറയാം. ഞാന് മനഃപൂർവ്വം എടുത്തങ്ങ് ഒഴിച്ചതാ. അവരുടെ മുറ്റം വലിയ ഇന്റർലോക്കൊക്കെ. ഈ ഇച്ചിരി വെള്ളം അങ്ങ് ഒഴുകി ചെന്നാലും ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചാൽ അവർക്ക് അത് കഴുകി ഒഴുകിപ്പോക്കോളും. എനിക്ക് എൻ്റെ ഈ മുറ്റത്തോട്ട് ഒഴിച്ചെന്നാ മണ്ണും പിടിച്ച് അളിഞ്ഞു കിടക്കല്ലേ. അത് കാരണം ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. ഇപ്പൊ അതിന് എന്നാ കേസ് വന്നാലും വേണ്ടല്ലേ, എവിടെ പോയാലും കോടതിയിൽ പോയാലും ഞാൻ ഈ സത്യം അങ്ങ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മതി കേട്ടോ, രക്ഷപ്പെട്ടോളൂ. സത്യം പറയും ഞാൻ. ജയിലിൽ കിടത്തുവാണെങ്കിൽ കിടക്കട്ടെ, ഞാൻ പോയി കിടന്നു, അതാ നല്ലത്.